ഒരു കാലത്ത് ഒരുമിച്ച് പഠിച്ച് വളർന്ന രണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ അതിൽ ഒരാൾക്ക് ജോലി സംബന്ധമായിട്ട് വേറെ സ്ഥലത്തേക്ക് പോകേണ്ട വന്നു. അപ്പോൾ ഒരാൾ നാട്ടിൽ തന്നെ ഉണ്ട്, വർക്കൊക്കെ ഓഫ് എടുത്ത് ആൾ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോവാണ്. ഓഫീസ് ടൈമാണ്, പക്ഷെ ആൾ വെയിറ്റ് ചെയ്ത് ആൾ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ആൾ തിരിച്ചെത്തി സംസാരിച്ച് തിരിച്ച് പോരാണ്. അപ്പോൾ വീട്ടിലെത്തി ഫ്രഷായി. അപ്പോഴും എന്താ പറയുക, അവിടുന്ന് ഓപ്പോസിറ്റ് ആൾ വിളിച്ച് ചോദിക്കണമെന്നില്ല, നീ എത്തിയോ അല്ലെങ്കിൽ എവിടെ എത്തിയെന്നൊന്നും ചോദിക്കുന്നില്ല. പിറ്റേ ദിവസമാണ് വീണ്ടും നാട്ടിൽ നിന്ന് ആളെ ആ സുഹൃത്തിനെ വിളിക്കുന്നത്. ഇന്നലെ വിളിക്കാൻ വേണ്ടി വിളിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴാണല്ലോ പറയുന്നത്, ഞാൻ ഇന്നലെ കുറച്ച് ടയേർഡാകുന്നതാണ്, കാരണം നിങ്ങൾക്കറിയാമല്ലോ വർക്ക് പ്രഷറായിരുന്നു, അപ്പോൾ പിന്നെ ഉറങ്ങിപ്പോയി. ഒരു പ്രയോറിറ്റി കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാണാൻ വന്നൊരു വ്യക്തിയാണെങ്കിൽ കൂടി ആരും ആയിക്കോട്ടെ, നമുക്ക് തിരിച്ച് വിളിച്ച് ചോദിക്കാമല്ലോ, നീ എവിടെ എത്തി, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ, നീ കിടന്നോ, സംതിങ് എത്ര സമയം വേണം, 30 സെക്കൻഡിൻ്റെ സമയം ചിലപ്പോൾ നമുക്ക് ആവശ്യമുണ്ടോ ചോദിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പ്രയോറിറ്റി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ എത്തിപ്പോകുന്ന സ്ഥലങ്ങൾ, ആൾക്കാർ, സ്നേഹബന്ധങ്ങൾ, ഇതൊക്കെ ഓരോ കാലഘട്ടം അനുസരിച്ച് വ്യത്യാസമായി കൊണ്ടിരിക്കും. ചിലപ്പോൾ ഉള്ളിലുണ്ടാവായിരിക്കാം, പക്ഷെ നമുക്കതിന് സമയം കണ്ടെത്താൻ പറ്റില്ല. നമ്മുടെ കൂടെ വന്ന ആൾ ഇത്ര സമയം നമുക്ക് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ പ്രയോറിറ്റി എന്ന് പറയുന്നത് കാലാകാലമായിട്ട് മാറിക്കൊണ്ടിരിക്കും. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അത്